നമ്മുടെ നാട്ടിലെ ചെറിയ ക്ലിനിക്കുകളും സ്പെഷ്യലൈസ്ഡ് ആശുപത്രികളും ഇന്ന് വൻകിട വിദേശ കമ്പനികളും കോർപ്പറേറ്റ് ഗ്രൂപ്പുകളും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കണ്ണ് ചികിത്സാ രംഗം, ഒപ്താൽമോളജി. വലിയൊരു നിശബ്ദ വിപ്ലവം തന്നെ ഈ രംഗത്ത് നടക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ന് ലോകമെമ്പാടുമുള്ള നിക്ഷേപകരുടെ കണ്ണിലെ ഹോട്ട് സ്പോട്ടാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 10,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ സ്വകാര്യ ആശുപത്രി മേഖലയിലേക്ക് ഒഴുകിയെത്തിയത് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? മുമ്പ് നമ്മൾ കണ്ടിരുന്നത് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു കൂട്ടം ഡോക്ടർമാർ നടത്തുന്ന ചില ആശുപത്രികളായിരുന്നു. അവിടെ രോഗിക്ക് ഒരു മുഖമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആശുപത്രികൾ നടത്തുന്നത് ഡോക്ടർമാരല്ല, ഇൻവെസ്റ്റർമാരാണ്. അവർക്ക് വേണ്ടത് ലാഭമാണ്. ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ രോഗി ഒരു കസ്റ്റമർ മാത്രമാണ്, അവന് മുഖമില്ല, അവനൊരു കസ്റ്റമറാണ്. ഒരു കസ്റ്റമറിൽ നിന്ന് എത്ര രൂപ പരമാവധി ഉണ്ടാക്കാം, ഈടാക്കാം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് പല കോർപ്പറേറ്റ് ആശുപത്രികളുടെയും പ്രവർത്തനം. കണ്ണ് ചികിത്സയുടെ കാര്യം തന്നെ എടുക്കാം. ഒരു സാധാരണ തിമിര ശസ്ത്രക്രിയ, കട്രാക്ട് സർജറി ഇന്ന് പലയിടത്തും ആഡംബര പാക്കേജുകളായിട്ട് മാറിയിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് സാധാരണക്കാരനെ ബാധിക്കുന്നത്? എന്തുകൊണ്ടാണ് കേരളം ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നത്? നമുക്ക് ചില കണക്കുകളൊക്കെ ഒന്ന് നോക്കാം. നിക്ഷേപകർ കേരളത്തെ തിരഞ്ഞെടുക്കാൻ കൃത്യമായ 3 കാരണങ്ങളുണ്ട്. ഏജിംഗ് പോപ്പുലേഷനാണ് അതിലൊന്ന്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ള സംസ്ഥാനമാണ് കേരളം. നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് കേരളത്തിലെ ജനസംഖ്യയുടെ 15%-ലധികം 60 വയസ്സിന് മുകളിലുള്ളവരാണ്. 2030 ആകുന്നതോടെ ഇത് 20% ഉയരാൻ പോകുന്നു. അപ്പോൾ ചിന്തിച്ചു നോക്കണേ, പ്രായമാകുമ്പോൾ കണ്ണ് ചികിത്സയും മറ്റ് സ്പെഷ്യലൈസ്ഡ് ചികിത്സകളും വളരെ അനിവാര്യമാകുന്നു. ഇതൊരു വലിയ ഡിമാൻഡാണ് കേട്ടോ. ഇന്ത്യയിൽ ചികിത്സയ്ക്കായി ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. കേരളത്തിലെ ഒരു ശരാശരി കുടുംബം തങ്ങളുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ആരോഗ്യ കാര്യത്തിനായിട്ട് മാറ്റിവെക്കുന്നുണ്ട്, ചികിത്സയ്ക്കായിട്ട്. കേരളത്തിലെ ഭൂരിഭാഗം പേരും സ്വന്തം കയ്യിൽ നിന്നാണ് ചികിത്സാ ചെലവ് കണ്ടെത്തുന്നത്. അതൊരു വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നാം. ഏകദേശം 70% വരെയുള്ള ആളുകൾ ഇൻഷുറൻസ് ഇല്ലാത്തവരാണ്. ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത ഈ വലിയ വിഭാഗമാണ് കോർപ്പറേറ്റുകളുടെ പ്രധാന ലക്ഷ്യം. ഇനി സാധാരണക്കാരെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ബാധിക്കും? ഇവിടെയാണ് ഏറ്റവും വലിയൊരു ചോദ്യം വരുന്നത്. കോർപ്പറേറ്റുകൾ വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എന്താണ് കുഴപ്പം? ഇവിടെ ശ്രദ്ധിക്കാം. അമിതമായ പരിശോധനകൾ ഉണ്ടാകാം. ലാഭം ലക്ഷ്യമിടുമ്പോൾ അനാവശ്യമായ ടെസ്റ്റുകളും ശസ്ത്രക്രിയകളും നിർദ്ദേശിക്കപ്പെടുമോ എന്ന ആശങ്ക സ്വാഭാവികമല്ലേ? ചെറിയ ആശുപത്രികളുടെ തിരോധാനമാണ് മറ്റൊരു വിഷയം. വിദേശ നിക്ഷേപമുള്ള വലിയ ഗ്രൂപ്പുകൾ വരുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് ചെറിയ ലാബുകളെയും ക്ലിനിക്കുകളെയും വിഴുങ്ങുക എന്നതാണ്. കുറഞ്ഞ നിരക്കിൽ ചികിത്സ നൽകിയിരുന്ന നാട്ടിലെ ചെറിയ ആശുപത്രികൾക്ക് ഈ വമ്പന്മാരോട്, ഭീമന്മാരോട് മത്സരിക്കാനാവില്ല. ഫലമെന്താണ്? നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ അവസരങ്ങൾ ഇല്ലാതാകുന്നു. കുത്തക കമ്പനികൾ പറയുന്ന റേറ്റ് നൽകാൻ നിങ്ങൾ നിർബന്ധിതരാകുന്നു. അനാവശ്യ ചികിത്സകളും ടാർഗറ്റുകളും, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ ഇന്ന് വലിയ സമ്മർദ്ദത്തിലാണ്. രഹസ്യമായിട്ട് അവരോട് സംസാരിച്ചാൽ അവർ പറയുന്നത് അവർക്ക് മാസാവസാനം ചില ടാർഗറ്റുകൾ നൽകപ്പെടുന്നു. ഇത്ര ശസ്ത്രക്രിയകൾ ചെയ്തിരിക്കണം, ഇത്ര ടെസ്റ്റുകൾ എഴുതണം. കോർപ്പറേറ്റ് ആശുപത്രികൾ വലിയ നിക്ഷേപമാണ് നടത്തുന്നത്. അതിന്റെ ലാഭം തിരിച്ചുപിടിക്കാൻ സർവീസ് ചാർജുകൾ കൂട്ടാൻ അവർ സ്വാഭാവികമായും നിർബന്ധിതരാകും. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സാങ്കേതിക വശങ്ങൾ അറിയില്ല. ഡോക്ടർ പറയുന്നത് വിശ്വസിക്കുകയല്ലാതെ അവന് വേറെ വഴിയൊന്നുമില്ല. ഈ നിസ്സഹായ അവസ്ഥയാണ് ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത്.